നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് കറൻറ്റ് ടൈം ഇപ്പോൾ നിങ്ങളോട് തോന്നിക്കുന്ന ഒരു ഫീലിങ്സ് എന്താണെന്നും അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം, അവർ പുറമെ പ്രകടിപ്പിക്കുന്നത് നമ്മൾ നോക്കണ്ട, അവരുടെ മനസ്സിൽ ശരിക്കും നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്നുമാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു റീഡിങ്സ് കാണുന്നത്, ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേര് ഒരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് നിങ്ങൾ ലൈക്ക് ചെയ്ത് റീഡിങ്സിലേക്ക് എനർജിയെ കണക്റ്റ് ചെയ്യണം. റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവണമെങ്കിൽ, കൂടാതെ തന്നെ നിങ്ങൾക്ക് അക്യുറേറ്റ് ആകുന്ന ഒരു ഇൻഫർമേഷൻസ് ലഭിക്കണമെങ്കിലും നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ ഉണ്ടാവുക. അതുകൊണ്ട് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്ത് റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. കൂടാതെ തന്നെ നിങ്ങളുടെ റിലേഷനിൽ ഇപ്പം നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത്, ഏത് റിലേഷൻ വേണമെങ്കിലും ആയിക്കോട്ടെ കേട്ടോ, അതായത് ഇതൊരു പ്രണയബന്ധം മാത്രമുള്ള റീഡിങ്സ് അല്ല, ഏത് റിലേഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്കിപ്പം കറൻറ്റ്ലി നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനെ മറന്നു കളഞ്ഞ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളിപ്പം എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കമൻറ്റിൽ അഫർമേഷൻസ് തയ്യാറാക്കുക. നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളിപ്പം വളരെ പോസിറ്റീവായൊരു എനർജിയിലൂടെ പോകുന്നു. ആ വ്യക്തിയുടെ കോള്, മെസ്സേജ്, പ്രസൻസ് ഇതെല്ലാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് തന്നെ ചിന്തിച്ചു വേണം അഫർമേഷൻസ് എഴുതാൻ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ ഈ ഒരു ബന്ധത്തിൽ വേണ്ട മാറ്റം, അത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ഗ്രാറ്റിറ്റ്യൂഡായിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ അതിനോടൊപ്പം തന്നെ നിങ്ങൾ പറയുക. നിങ്ങൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയണം കേട്ടോ. ജീവിതത്തിൽ നമ്മുടെ ലൈഫിലെ ഫസ്റ്റ് മിറാക്കിൾ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡിലൂടെയാണ് സംഭവിക്കുന്നത്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെയും റൈറ്റ് ഹീലിങ്ങിൻ്റെയും അഫർമേഷൻസിൻ്റെയൊക്കെ ഒരു എക്സ്ട്രാ വീഡിയോ നമ്മൾ യൂട്യൂബിനകത്ത് ഇടാം കേട്ടോ. നിങ്ങളത് ഓരോന്ന് വെച്ച് മനസ്സിലാവാത്തവരെ എടുത്ത് അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, റീഡിങ്സുകൾ കാണുന്നതിനോടൊപ്പം തന്നെ കേട്ടോ. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നോക്കണം. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. കൂടാതെ തന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ്. എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയും പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണം എന്നെ, എന്നിട്ട് നമ്മളോടൊപ്പം മുന്നോട്ടേക്ക് പോകാം നമുക്ക്. അപ്പം മൈൻഡ് റീഡിംഗ് ആണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ടാറോ റീഡിങ്സ്. നമുക്കിവിടെ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു കറൻറ്റ് ഫീലിങ്സിലേക്ക് നോക്കുമ്പം, കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മാസങ്ങളൊന്ന് പറയണം കേട്ടോ. അസ്ട്രോളജിക്കൽ സൈൻ വെച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാസങ്ങൾ വരുമ്പം ഞാനത് പറയാറുണ്ട്. പിന്നെ എല്ലാ കാർഡുകളെയും കണക്റ്റ് ചെയ്ത് അസ്ട്രോളജിക്കൽ സൈൻ്റെ ഇത് എടുക്കാൻ പോകുമ്പോൾ അത്രയും കൂടി ടൈം നമുക്ക് വേസ്റ്റ് ആകും. അതും എനിക്ക് പരാതി കേൾക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനത് നോക്കാത്തത്. പക്ഷേ ഞാൻ അടുത്ത സമയത്തെ റീഡിങ്സുകളിൽ തീർച്ചയായിട്ടും ഞാൻ അസ്ട്രോളജിയുടെ ആ ഒരു എനർജി മന്തിനെ ബേസ് ചെയ്ത് ഈ ക്ലൂ വേണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആളുകളുടെ ഒരു പ്രത്യേകത അല്ലേ. ടാറോയ്ക്ക് ക്ലൂ എനർജി ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ചിലർ റീഡിങ്സുകളിൽ അത് കണക്റ്റ് ചെയ്യുന്നത് കുറച്ചും കൂടി ഒരു ഇമ്പ്രഷൻ ഫീൽ ചെയ്യട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. എന്തായാലും നമുക്കിതിനകത്ത് നോക്കാം. ഞാൻ ഇതിനകത്ത് അസ്ട്രോളജിയുടെയും ന്യൂമറോളജിയുടെയും എനർജി തീർച്ചയായിട്ടും ടാറോ കാർഡിൽ കണക്റ്റഡ് ആണ്. അത് എക്സ്ട്രാ ഞാൻ എടുത്ത് നിങ്ങൾക്കിനി മുതൽ ചെയ്ത് തരാം കേട്ടോ. നെക്സ്റ്റ് സമയത്തെ വീഡിയോസിൽ തൊട്ട് അത് ചെയ്യാം കേട്ടോ. അപ്പം നമുക്കിവിടെ ദ ലവേഴ്സ് എനർജിയും ദ ഹൈ പ്രീസ്റ്റസ്, 4 ഓഫ് ഫാൻസ്, പേജ് ഓഫ് സോഴ്സ്, ദ സ്റ്റാർ, ഏസ് ഓഫ് കപ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു മധുരതരം തന്നെയാണ് കേട്ടോ. വളരെയധികം അട്രാക്റ്റഡ് ആണ്. ദ ലവേഴ്സ് എനർജിയൊക്കെ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി ഇതിൽ കണക്റ്റഡ് ആയിരിക്കുന്ന ജൂൺ മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട്, ഫെബ്രുവരി മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ദ ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെയധികം അറ്റാച്ച്മെൻ്റ് ആണ്, അട്രാക്റ്റഡ് ആണ്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളും തമ്മിൽ നോ കോണ്ടാക്റ്റ് എനർജി ആയിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ കണക്റ്റ് ചെയ്ത് പോകുന്ന ബന്ധമാണെങ്കിൽ പോലും ഒരു ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഫീലിങ്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ ഒരു വ്യക്തി ചേഞ്ച് ആവുന്നുണ്ടോ, മാറിപ്പോകുന്നുണ്ടോ, എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്കിടയിൽ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആവാം. ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് അവർ സെൽഫ് ലവ് എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ. അവരിലൊരു വാല്യൂ കൽപ്പിച്ച് അവർക്കൊരു കുറച്ചൊരു വാല്യൂ വേണം, അല്ലെങ്കിൽ അവരിലൊരു ഇച്ചിരി ശ്രദ്ധ കൊടുക്കണമെന്നുള്ള രീതിയിൽ നിങ്ങളിൽ നിന്ന് ഒന്ന് അകന്ന് നിൽക്കുന്ന വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന. ഒരു സ്പിരിച്വൽ സെൽഫ് എനർജിയിലാണ് നിൽക്കുന്നത്. അവർ ഒരു പക്ഷേ ചിലരൊക്കെ ഒരു സ്പിരിച്വാലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവാം, സ്പിരിച്വലിലേക്കൊന്ന് കണക്ട് ചെയ്ത് പോകാമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കുറച്ചൊരു ദൈവീക പാതയിലായിരിക്കും ഒരു ഇപ്പം നൊയമ്പോ മറ്റു കാര്യങ്ങളിലൊക്കെ കണക്ട് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം. അതല്ല എങ്കിൽ ഒരു എന്താ പറയുക, അവരുടെ ജീവിതത്തിൽ അവർക്കൊരു തിരിച്ചറിവിൻ്റെ അവരോട് തന്നെ അവർക്കൊരു വാല്യൂ കൊടുക്കേണ്ട ഒരു സമയത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾക്കതൊരു നോ കോണ്ടാക്റ്റ് പോലെയോ ലെസ് കോണ്ടാക്റ്റ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരിലേക്കൊന്ന് തിരിഞ്ഞു നിൽക്കുന്നു, അവരിലേക്ക് അവരൊരു പൂർണ്ണത കൊടുത്ത് നിൽക്കുന്ന സമയമാണ്. ഒരു പക്ഷേ അവരൊരു ഇന്നർ ഗൈഡൻസ് എനർജിയിലാണ്. അവരുടെ ഉള്ളിൽ നിന്നും എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ, തിരിച്ചറിവുകൾ, അല്ലെങ്കിൽ അവർക്കൊരു എന്താ പറയുക, നാളെക്കുറിച്ചുള്ള ചെറിയ ഒരു ചിന്ത, അതായത് അവരുടെ ജീവിതത്തിലൊരു വിജയം വേണം, സക്സസ് വേണം എന്നൊക്കെ ഉള്ളൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്കൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു ടൈമായിട്ടാണ് കാണുന്നത്. എന്താണെങ്കിലും ദ ലവേഴ്സ് എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെ വളരെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്നു. നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ സാന്നിധ്യം അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു പക്ഷേ അവരിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർ സങ്കല്പത്തിലൂടെ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്നത് അവർക്കൊരു വലിയൊരു അട്രാക്റ്റഡ് ആണ്, ആകർഷണീയമാണ്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ പോലും അവർ അഡിക്റ്റഡ് ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ശരിക്കും നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു അകൽച്ച, ഒരു നോ കോണ്ടാക്റ്റോ ലെസ് കോണ്ടാക്റ്റോ, അല്ലെങ്കിൽ ഇപ്പം ഒന്ന് ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ബൗണ്ടറി ഇട്ട ഈ ഒരു സിറ്റുവേഷൻസിനെ ബേസ് ചെയ്ത് നോക്കുമ്പം അവർക്ക് ഒരുപാട് ഡിഫിക്കൽറ്റി ഉണ്ട് കേട്ടോ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ശരിക്കും സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി അനുഭവിക്കുന്നുണ്ട്, ഉറങ്ങാൻ പറ്റാത്ത സമയങ്ങളുണ്ട്. അതുപോലെ അവരൊരു ആൻസൈറ്റി എനർജിയിലാണ്. ഫ്യൂച്ചറിലേക്ക് ചിന്തിക്കുമ്പോൾ അവർക്കൊരു ഭയമുണ്ട്. അതുപോലെ അവർക്ക് കഴിഞ്ഞു പോയ ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യണ്ടായിരുന്നു എന്നുള്ളൊരു തോട്ട്സ് അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതുപോലെ എപ്പോഴും ഉള്ളിലൊരു ഭയമാണ്, ഒരു ആത്മസംതൃപ്തി ഇല്ലായ്മയാണ്. കാരണം അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർക്കൊരു ഇരുണ്ട സിറ്റുവേഷൻസാണ്, ഒരു ഡാർക്ക് എനർജിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവർ കൂടുതലും നിങ്ങളിൽ നിന്നും വിട്ട് നിൽക്കുമ്പം, നിങ്ങളിൽ നിന്നൊന്ന് ഉൾവലിഞ്ഞ് നിൽക്കും, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇവർ തന്നെ കുറച്ച് നിർത്തിയിരിക്കുന്നതാണ്. പക്ഷേ ആ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ വാല്യൂ, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ഫീലിങ്സ് ഒരു ടെലിപ്പതി പോലെ ഇവരിലേക്ക് കണക്റ്റഡ് ആകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. നിങ്ങളെക്കുറിച്ചുള്ളൊരു ചിന്തകളിൽ തന്നെയാണ് അവർ കറൻറ്റിലേക്ക് കടന്നു പോകുന്നത് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു മായാവലയത്തിൽ പെട്ടതുപോലെ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ചുറ്റും നടക്കുന്ന ഒന്നിനെയും അവരുടെ കണ്ണുകളിൽ കാണാൻ പറ്റാതെ നിങ്ങളുടെ ചിന്തകൾ അവരെ വല്ലാതെ കണക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നോ കോണ്ടാക്റ്റ് ഉള്ളവരെ സംബന്ധിച്ച് അവരെപ്പോഴും തിങ്കിങ് ചെയ്യുന്നത് ഒരു റീയൂണിയൻ ആണ് കേട്ടോ. ഒന്നും ചിന്തിക്കാതെ ഒരു റീയൂണിയൻ വേണം, അല്ലെങ്കിൽ ഒരു റീയൂണിയൻ അങ്ങ് കണക്റ്റ് ചെയ്താലോ, ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല എങ്കിൽ നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലോ, ഒന്ന് കോൾ ചെയ്താലോ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ചെയ്താലോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയിലാണ് അവർ കറൻറ്റിൽ നിൽക്കുന്നതായിട്ട് കാണുന്നത്. പക്ഷേ മൂൺ എനർജിയുടെ പ്രസൻസ് ഉണ്ട്. അവിടെയാണ് ഒരു നിരാശ ഫീലിങ്സ് വരുന്നത്, ഒരു ഫെയിലിയർ വരുന്നത്. അതായത് അവർ നിങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം, നിങ്ങൾ നോ കോണ്ടാക്റ്റിൽ ഉള്ളവരാണെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം, നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു എനർജി കൂടി അവരുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുമ്പം ചിന്ത അവരെ സ്റ്റോപ്പ് ചെയ്യുന്നു. വേണ്ട, അതായത് പാസ്റ്റിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞ് അവരെ സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു മൂൺ എനർജിയുടെ പ്രസൻസ്, കാർമിക്കാകുന്ന ആ സിറ്റുവേഷൻസ് സഡൻ അവരിലേക്ക് കണക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ടാവാം, ഒരു റോങ് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്, ആ ഒരു റോങ് സിറ്റുവേഷൻസ് നിങ്ങൾക്കിടയിൽ ഒരു വിശ്വാസക്കേട്
സംഭവിച്ചിട്ടുണ്ട്, ഒരു വിശ്വസ്തതയ്ക്ക് ഒരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്ത് അവരുടെ ഉള്ളിലാണ് ആ ഒരു ചീറ്റിംഗ് ഫീലിങ്സ് നിൽക്കുന്നത്. ഒരു പക്ഷേ എന്തെങ്കിലും സംസാരത്തിലോ അവർ പറഞ്ഞൊരു കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാതിരുന്നതിനെയോ ഒക്കെ ബേസ് ചെയ്തായിരിക്കാം അത് സംഭവിച്ചത്. എന്താണെങ്കിലും മൂവ് ഓൺ ചെയ്തതിന് ശേഷമുള്ള ചില എനർജികളാണ് നമുക്കിപ്പോൾ ഇവിടെ കറൻ്റിലി കണക്റ്റഡ് ആവുന്നത് കേട്ടോ. ചിലരുടെ എല്ലാം മൂവ് ഓൺ ചെയ്തു പോയതാണ്. ചിലപ്പോൾ ഈ നിങ്ങൾക്കിടയിൽ തർക്കങ്ങളും കോൺഫ്ലിക്റ്റും ഉണ്ടായിട്ട് അവസാനിച്ചു, ഇനി ഇതിലേക്ക് നോക്കണ്ട എന്ന് പറഞ്ഞ് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യിച്ചിട്ട് കടന്നുപോയ വ്യക്തിയുമായിരിക്കാം കേട്ടോ. അതാണ് ആ ഒരു റീയൂണിയന് ശ്രമിക്കുമ്പം പെട്ടെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുമ്പം അവരുടെ ചിന്തകൾ, അവരുടെ ആ ഒരു തോട്ട്സ് എനർജി അവരെ സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഫൊറോഫാൻസിൻ്റെ എനർജിയാണ്. നിങ്ങൾ സെലിബ്രേഷൻ എനർജിക്കുള്ള യോഗമുണ്ട് കേട്ടോ. ഇവരെ സംബന്ധിച്ച് ഇവരൊരു കടുത്ത തീരുമാനമെടുക്കും. പ്രതിസന്ധി ഉണ്ട് നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ഓർമ്മകളിലാണ് ഈ ഒരു വ്യക്തി കടന്നു പോകുന്നത്. പക്ഷേ പ്രതിസന്ധി ഉണ്ട്, തടസ്സം വളരെ സ്ട്രോങ് ആയിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. തടസ്സം, അതായത് ബ്ലോക്കേജുകളുണ്ട്. അത് പല വ്യക്തി ബന്ധങ്ങളായിട്ടും അവരുടെ കറൻറ്റ് സാഹചര്യങ്ങളായിട്ടും എല്ലാം അവർക്ക് ബ്ലോക്കേജ് ഉണ്ട്. ഒന്നിലധികം പ്രശ്നങ്ങളും ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസും ബന്ധത്തിൽ കണക്റ്റഡ് ആണ്. ആകെ ഇവർക്ക് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, നിങ്ങളിൽ ഒരു ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ നിങ്ങളുമായിട്ട് അനുകൂലം എന്ന് പറയാൻ. ബാക്കിയെല്ലാം നിങ്ങളെ ബേസ് ചെയ്ത് പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നതായിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പം നമുക്ക് മുന്നോട്ടേക്കൊരു ഫ്യൂച്ചറുള്ള ബന്ധം തന്നെയാണ് കേട്ടോ. അതായത് അവരുടെ ഒരു പ്രസൻസ്, ഒരു സെലിബ്രേഷൻ തന്നെ നിങ്ങളെയും അവരെയും ബേസ് ചെയ്ത് കണക്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. അവരത് ആഗ്രഹിക്കുന്നുമുണ്ട് കേട്ടോ. സിംഗിൾ എനർജിയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു വിവാഹം പോലുള്ള എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഒരു വിവാഹമുണ്ട്. ഇത് മാര്യേജ് എനർജീനെയൊക്കെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഒത്തുചേരലിൻ്റെ സമയമുണ്ട്. ഒരു സെലിബ്രേഷനുള്ളൊരു യോഗം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുമെന്ന് തന്നെയാണ് കാണുന്നത്. അതിനപ്പുറത്തേക്കുള്ള എനർജികളിലേക്ക് നോക്കുമ്പോഴും ഒരു ഹാപ്പി മൂമെൻറ്റ്സ് ഉണ്ട്. നിങ്ങളും ചിന്തിച്ച പോലെ നിങ്ങൾക്ക് വേണ്ടി അവർ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാകുന്ന, മനസ്സ് തുറന്ന് കുറേ ടൈം സംസാരിക്കാൻ പറ്റുന്ന, കുറച്ച് ഹീലിങ്ങിലൂടെയൊക്കെ കടന്നു പോകാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവർ നിങ്ങളിൽ നിന്നും മറഞ്ഞു നിൽക്കുന്നുവെങ്കിലും നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ മുന്നോട്ടേക്ക് അവരുടെ കാര്യങ്ങളിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട്. അവരവരുടെ പ്രവർത്തനങ്ങളിലാണ്, അവർക്ക് വേണ്ട കാര്യങ്ങളിലാണ് അവരെങ്കിലും നിങ്ങളെ എപ്പോഴും ഹോൾഡ് ചെയ്യുന്നു, ചേർത്ത് പിടിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ അവരവരുടെ ഒരു കുടുംബാംഗമായിട്ട് തന്നെയാണ് കേട്ടോ കാണുന്നത്. ഏത് ബന്ധമായിക്കോട്ടെ, അവരുടെ ഫാമിലിയിലുള്ള ഒരു വ്യക്തി, അവരോട് ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന, അവരോടൊപ്പം തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. അവരുടെ കുടുംബ അംഗത്തിന് തുല്യമാകുന്ന, അവരുടെ കുടുംബ ബന്ധത്തിൽ തുല്യമാകുന്ന വാല്യൂ നിങ്ങൾക്കും അവരുടെ മനസ്സുകൊണ്ട് അവർ തരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുമിച്ചൊരു ട്രാവലിംഗ് എനർജി ഉണ്ടായിരുന്നു, ഒരുമിച്ചൊരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടായിരുന്നു. ഏത് രീതിയിൽ നിങ്ങളുടെ ജീവിതം ബ്ലോക്ക് ആയാലും നിങ്ങൾക്ക് പാസ്റ്റിലെ എനർജിയിലേക്ക് നോക്കുമ്പം പ്രതിസന്ധികൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു നല്ലൊരു ലൈഫ് സിറ്റുവേഷൻസ് ഒരുമിച്ച് കണക്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന യോഗമുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു യോഗത്തെ ബ്ലോക്കാക്കി കളഞ്ഞു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. അതൊരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസിലൂടെയോ മറ്റുമൊക്കെ അവിടെ ഒരു ചെറിയ ബ്ലോക്കിംഗ് സംഭവിച്ചു. പക്ഷേ ഇനി നമുക്ക് അവിടെ ഒരു റിയൂണിയൻ പ്രസൻസ് ഉണ്ട്. കാരണം അവർ നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ അവരൊരു പ്രതീക്ഷയുണ്ട്, അവർക്കൊരു പ്രതീക്ഷയുണ്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലും നിങ്ങളോടൊപ്പമുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻസിലും അവർക്കിപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട്. അവർ പ്രതീക്ഷ വിട്ട് കളഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവർ ആക്ഷൻ എടുക്കുന്ന വളരെ സ്ലോവിലി ആയിരിക്കും കേട്ടോ. അവർക്ക് എടുത്തു ചാടി പെട്ടെന്ന് ഒരു ആക്ഷനും എടുക്കാൻ സാധിക്കുകയില്ല. കാരണം തടസ്സങ്ങളുണ്ട്. അവർക്ക് അവരുടേതാകുന്ന ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട്. അവരുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അവർക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെല്ലാം ബേസ് ചെയ്ത് ഒന്നിലധികം കാര്യങ്ങൾ അവരുടെ ചുമരിലുണ്ട്. അപ്പോൾ അതിനെയെല്ലാം ബേസ് ചെയ്ത് കടന്നു പോകുമ്പം
തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് നമുക്ക് പറയേണ്ടത് അവർ വെയിറ്റിംഗ് ചെയ്യുകയാണ്, ക്ഷമയോടുകൂടി വെയിറ്റിംഗ് ചെയ്യുകയാണ്. മറ്റാരോടേക്കും അവർ ഗൈഡൻസ് തേടുന്നുമുണ്ട്. ഇതിനെ ബേസ് ചെയ്ത് ഒരു പക്ഷേ പേരൻസിനോടാവാം, അതല്ലെങ്കിൽ അവരുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആകുന്ന വ്യക്തികളോടാവാം. അവർ നിങ്ങളുടെ ബന്ധത്തെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അവർ മറ്റാരോടേക്കോ ഗൈഡൻസ് തേടുന്നുണ്ട്. അവിടെയെല്ലാം ഒരു ബ്ലോക്കിംഗ് എനർജിയാണ് കാണുന്നത്, തടസ്സത്തെയാണ് കാണുന്നത്. പക്ഷേ ആ സിറ്റുവേഷൻസ് എല്ലാം മറികടന്നു വരും, എല്ലാം മാറ്റങ്ങളിലേക്കാണ് വരുന്നത്. അതായത് അൺഹെൽത്തി ആകുന്ന സിറ്റുവേഷൻസിൽ നിന്നെല്ലാം ഒരു ഹെൽത്തി എനർജിയിലേക്കാണ് കാർഡുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബാലൻസ് ചെയ്യപ്പെടും. അതായത് പാസ്റ്റിലുണ്ടായിരുന്ന ചില മിസ്റ്റേക്കുകൾ, പാസ്റ്റിലുണ്ടായിരുന്ന ചില തെറ്റിദ്ധാരണകൾ, പാസ്റ്റിലുണ്ടായിരുന്ന ചില ഇംബാലൻസിങ് എനർജി, ഇത് ക്ലാരിറ്റി വരുമെന്നതായിട്ടാണ് കാണുന്നത്. അതൊരു പൂർണ്ണതയിലെത്തുന്നുണ്ട് കേട്ടോ. അതായത് അവരവരുടേതാകുന്ന ഒരു എന്താ പറയുക, അവരുടേതാകുന്ന ചില റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കും. ഒരു പക്ഷേ അവർ പാസ്റ്റിൽ ചിലപ്പോൾ കണ്ണടച്ച ചില ഇടങ്ങളിലെല്ലാം അവർ കണ്ണ് തുറന്ന് അല്ലെങ്കിൽ അവരുടെ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കി പ്രവർത്തിക്കും. അതിനനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഒരു ശക്തമാകുന്ന മാറ്റം വരും. ഒരു കൺട്രോളിങ്ങും ഒരു മാനേജിങ് എനർജിയൊക്കെ അതിൽ വരുന്നുണ്ട്. ഒരു ലോങ് ടൈം സക്സസിൻ്റെ എനർജിയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സെൽഫ് ഡിസിപ്ലിൻ്റെ പ്രസൻസുമെല്ലാം ഈ ഒരു റിലേഷനിൽ ഇനി ഫ്യൂച്ചറിലേക്ക് കണക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്കും ഒരു ഡിസിപ്ലിൻ ഇല്ലായിരുന്നുവെങ്കിൽ, അതായത് ഒരു മെച്യൂരിറ്റി ഇല്ലായിരുന്നുവെങ്കിൽ, നിങ്ങളും ഏകദേശം ഈ ഒരു അവസ്ഥയിലൂടെ ഇപ്പം മെച്യൂരിറ്റി ആയിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ പതുക്കെ എങ്ങനെയാണ് ആ ഒരു പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിപ്പുണ്ട്. പാസ്റ്റിൽ എന്താണെങ്കിലും ഇവരൊരു ചീറ്റിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതവർ വല്ലാതെ അവർക്കൊരു കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ചീറ്റിംഗ് നിങ്ങളോട് ചെയ്തിട്ടുണ്ട് പാസ്റ്റിൽ. ഒരു പക്ഷേ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ അവർ നേടിയെടുത്ത് കഴിഞ്ഞിട്ട് അവർ പതുക്കെ നിങ്ങളെ ഒന്ന് പിന്നിലേക്ക് പുഷ് ചെയ്തതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കിട്ട് ഒരു ചെറിയ ചീറ്റിംഗ് പ്രസൻസ് അവർ ചെയ്തിട്ടുണ്ട്. അതിലവർക്ക് കുറ്റബോധവുമുണ്ട്. അത് തിരുത്തണമെന്നുള്ള ശക്തമാകുന്ന ആഗ്രഹവുമുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഒരു അൺകണ്ടീഷണൽ ലവ് എനർജിയിലേക്ക് വരേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹം, എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാത്തൊരു സ്നേഹത്തിൻ്റെ പ്രസൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു ബന്ധം പൂർണ്ണമായിട്ടും ട്രാജഡിയിലേക്ക് അല്ലെങ്കിൽ ഒരു ട്രോമയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, ഒരു വലിയൊരു വീഴ്ചയിലാണ് എങ്കിൽ, തീർച്ചയായിട്ടും ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ശക്തമാകുന്നൊരു റീയൂണിയനാണ്. എന്താണെങ്കിലും നിങ്ങൾ ആരെയാണ് മനസ്സിൽ ചിന്തിച്ചത്, ഏത് തരത്തിലുള്ള റിലേഷനാണെങ്കിലും കുറച്ച് സമയമെടുക്കുമെങ്കിൽ തന്നെ ഈ ഒരു റിലേഷനിൽ നല്ല ഒരു റീയൂണിയൻ പ്രസൻസ് വരും കേട്ടോ. പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകുക. അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനത്തിലേക്ക് നോക്കുമ്പം അവർക്ക് ശക്തമാകുന്ന ഒരു കുറ്റബോധമാണ് അവിടെ കാണുന്നത്. അതായത് നിങ്ങളോട് ചെയ്തത്, പറഞ്ഞത്, പ്രവർത്തിച്ചത്, നിങ്ങളെ ശരിക്കും കുരങ്ങ് കളിപ്പിച്ചൊരു സിറ്റുവേഷൻസ്, നിങ്ങളെ ശരിക്കും അവർ പറ്റിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് റീയൂണിയൻ്റെ ഒരു പ്രതീക്ഷ തന്നുകൊണ്ടേയിരുന്നു. അതായത് അവർ വരുന്നു എന്നുള്ള ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ബന്ധത്തിൽ മാറ്റം വരുന്നു എന്നുള്ള പ്രതീക്ഷ തന്നുകൊണ്ടേയിരുന്നു. നിങ്ങളെ അവർ അപമാനിച്ചിട്ടുണ്ട്. അതായത് സ്നേഹം കാണിച്ച് നിങ്ങളെ അവർ പറ്റിച്ചു. സ്നേഹിക്കുന്നു എന്നുള്ള ഒരു ഫീലിങ്സ് നൽകി അവർ നിങ്ങളെ ചീറ്റിംഗ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ അവർക്ക് ശക്തമാകുന്നൊരു കുറ്റബോധം. അതായത് നിങ്ങളോട് അവർ മാപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ. മനസ്സുകൊണ്ട് 100 വട്ടം നിങ്ങളോട് അവർ സ്വയം ഇരുന്ന് ചിന്തിച്ച് മാപ്പ് ചോദിക്കുന്നൊരു സിറ്റുവേഷൻസാണ്. നിങ്ങളെ ബ്ലോക്ക് ചെയ്തതിലുമെല്ലാം അവർക്ക് കുറ്റബോധമുണ്ട്. ശരിക്കും ഇവർ സോഷ്യൽ മീഡിയയിലും എല്ലാം പൂർണ്ണമായും നിങ്ങളെക്കുറിച്ചൊരു അറിവ് അവരെക്കുറിച്ച് നിങ്ങൾക്ക് ലഭിക്കാത്ത വിധം ഇവർ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുള്ളവരും കാണാം. അതല്ലേ ബന്ധത്തിൽ ബൗണ്ടറി ഇട്ടിട്ടുണ്ടാവാം. നിങ്ങൾ എത്ര മെസ്സേജ് അയച്ചാലും കോൾ വിളിച്ചാലും എന്നും കണക്റ്റ് ചെയ്യാത്ത വിധം നിങ്ങളെ ശരിക്കും അവർ വല്ലാത്തൊരു ധർമ്മ സങ്കടത്തിലേക്ക് തള്ളിയതെല്ലാം അവരെ സംബന്ധിച്ച് അവർക്കൊരു വല്ലാത്ത പെയിനായിട്ടാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷനും അവരുടെ ആ ഒരു പെരുമാറ്റ രീതി ഒന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ, അവർ തെറ്റുപറ്റി എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് കേട്ടോ. ഇതിനകത്ത് ലോങ് ഡിസ്റ്റൻസ് വരുന്നുണ്ട് കേട്ടോ മക്കളെ.
ചിലരെ എപ്പോഴും നമുക്കത് വരുന്നുണ്ട് കേട്ടോ. ഫോറിൻ എയർ, ഒരു എയർ ട്രാവലിങ്ങിൻ്റെ പ്രസൻസ്, ഒരു എന്താ പറയുക, ഒരു അനദർ കൺട്രിയുടെ എനർജി നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു കാത്തിരിപ്പുണ്ട് കേട്ടോ ഇതിനകത്ത്. ആരാണെന്ന് വെച്ചാൽ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ ഒരു വരവിനൊരു കാത്തിരിപ്പുണ്ട്. അതൊരു പ്രതീക്ഷയുടെ കാത്തിരിപ്പാണ് കേട്ടോ. അതായത് ഒരു പ്രൊട്ടക്ഷനോട്, ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അതായത് ഏത് സിറ്റുവേഷൻസിനെയും മറികടക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയുള്ളൊരു കാത്തിരിപ്പാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 3 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്. ഇതിനകത്തൊരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അത് മാറ്റി നിർത്തപ്പെടും കേട്ടോ. ആ ഒരു ബർഡൻ അവരെടുത്തു മാറ്റും. കാരണം അതിനേക്കാൾ വാല്യൂ നിങ്ങൾക്ക് തന്നെയാണ് ഇപ്പോൾ അവരുടെ മനസ്സിൽ കണക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ അവർ മനസ്സിലാക്കുന്നു. ഇംബാലൻസിങ് എനർജിയിൽ നിന്ന് ഒരു ബാലൻസിങ്ങിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം. ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി വേണമെന്നവർ ശക്തമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ബർഡൻ ഇറക്കി വെച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ബർഡൻ അവർക്ക് ഇറക്കി വെക്കണം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് വന്നിട്ട്. അപ്പം നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സൺ അവർക്കൊരു വാല്യുബിളായൊരു വ്യക്തി തന്നെയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഇതിനകത്ത് പറയാനുള്ളത്, നിങ്ങൾ റൈറ്റ് ഹീലിംഗ് ചെയ്യുക. അതായത് മനസ്സിനകത്തുള്ള വേദനാജനകമാകുന്നതും ദേഷ്യം, നമുക്ക് വേണ്ടാത്ത കുറച്ച് വികാരങ്ങളെ ഉള്ളിൽ മറ്റു വ്യക്തികളെ ബേസ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം എഴുതി കത്തിച്ച് കളയുക കേട്ടോ. റൈറ്റ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എഴുതി കത്തിച്ച് കളയുക. അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യം, നമ്മളുടെ സ്വപ്നം നമ്മളത് സാക്ഷാത്കരിക്കാൻ ആ ഒരു അക്ഷരങ്ങളുടെ മാജിക്കിനെ നമ്മൾ എന്ത് ചെയ്യണം, എഴുതി സൂക്ഷിക്കുക. നമ്മുടെ ആഗ്രഹങ്ങളെ എഴുതി സൂക്ഷിക്കുക. നമ്മൾക്കത് എക്സ്പീരിയൻസ് ചെയ്യുന്നു, ഞാനിപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നതെന്നുള്ള ചിന്തയോടുകൂടി അത് എഴുതി സൂക്ഷിക്കുക. നെക്സ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക കേട്ടോ. ഇതിനകത്ത് റെമഡീസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏകദേശം ഒരു പോസിറ്റീവ് ആകുന്ന ചിന്തയാണ് നിങ്ങളുടെ വ്യക്തിക്ക്. നിങ്ങളോട് നെഗറ്റീവ് ആകുന്ന വെറുപ്പോ വിദ്വേഷമോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അവരിപ്പോൾ തിരിച്ചറിയുന്നു നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ. അപ്പോൾ അത് സ്മൂത്തായിട്ട് പോസിറ്റീവായിട്ട് അഫർമേഷൻസ് എഴുതി പോയാൽ മതി. ബന്ധത്തിൽ മാറ്റം വരും കേട്ടോ. ഞാൻ വാട്സപ്പിൽ എനിക്കിങ്ങനെ ഓരോരുത്തർ അവർ ഇതൊക്കെ ചെയ്തിട്ട് വന്ന മാറ്റങ്ങളൊക്കെ ഇങ്ങനെ വോയിസ് ഇടുമ്പോൾ എനിക്കതൊന്ന് നിങ്ങൾക്ക് ഇട്ട് തരണം എന്നുണ്ട്. പക്ഷേ എനിക്കത് വലിയ പിടിയില്ല, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് കേട്ടോ. എല്ലാവരും ധൈര്യമായിട്ട് റൈറ്റ് ഹീലിങ്ങും അഫർമേഷൻസും ചെയ്തോ. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. ആത്മാർത്ഥമായിട്ട് ചെയ്താൽ കിട്ടിയിരിക്കും. ഇതിലൊക്കെ വല്ല സത്യമുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് ചുമ്മാ പേനയും പേപ്പറും കളയണ്ട. വിശ്വാസത്തോടു കൂടി ഒരു ഹാപ്പി എനർജിയോട് കൂടി ഇരുന്ന് അത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ.